സംസാരിക്കട്ടെ. ഞാൻ അനീറ്റ ഐസക്, പൂമല സെന്റ് ജോൺ CSI ചർച്ചിലെ സഭാ അംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 109-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 68-ന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ സങ്കീർത്തനം നമ്മോട് പറയുന്നത് എന്തെന്നാൽ, ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഒരാളുടെ കൂട്ടുകാരനെ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ശത്രുക്കളെയും കൂടി അറിഞ്ഞാൽ മാത്രമേ അയാളെ ശരിയായി അറിയുവാൻ സാധ്യമാകൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ദാവീദിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു. സത്യത്തിന് നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവന് ഏതു കാലത്തും ശത്രുക്കൾ ഉണ്ടാകും. എന്നാൽ ഈ ശത്രുക്കളുടെ ഗതി എന്തായിരിക്കുമെന്ന് നോക്കാം. പുക പതറിപ്പോകുന്നത് പോലെ. ആർക്കാണ് പുകയെ പേടി? അതിന് നമ്മെ ശ്വാസം മുട്ടിക്കാം. എന്നാൽ നാം ശുദ്ധവായു കടത്തി വിട്ടുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ശുദ്ധവായു അത് നമ്മെ മുഷിപ്പിക്കുകയില്ല. ദാവീദ് തന്റെ ശത്രുക്കളെ ഉരുകുന്ന മെഴുകുതിരിയോട് താരതമ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ശത്രുക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് കത്തുന്ന മെഴുകുതിരി. പുക പെട്ടെന്ന് പതറിപ്പോകുന്നു, മെഴുകുതിരി ഉരുകിപ്പോകുന്നു. ദൈവം വിജയിക്കുന്നു. അതുകൊണ്ട് ദുഷ്ടൻ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ, എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതെ, അവൻ സന്തോഷത്തോടെ ആനന്ദിക്കും. അതുകൊണ്ട് ദൈവം നമുക്ക് ചെയ്ത നന്മകളാൽ ദൈവത്തിന് പാടുവിൻ, അവന്റെ നാമത്തിന് സ്തുതി പാടുവിൻ. ഈ ചിത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ദൈവം വലിയ ജയാളിയാണ്. അവൻ സ്വർഗങ്ങളിൽ കൂടി വാഹനമേറി വരുന്നു. ദൈവം പിതാവില്ലാത്തവർക്ക് പിതാവാണ്. നമ്മുടെ തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാനും സൗഖ്യമാക്കുവാനും അവൻ തക്ക സമയത്ത് വരുന്നു. ദൈവം ന്യായാധിപതിയും വീണ്ടെടുപ്പുകാരനുമാണ്. ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരെ അവൻ വിടുവിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സഹായിക്കണമേ. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.